നയനയോട് ആദർശ് പറയാണ്, അമ്മ ഏത് നേരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് കരൾ കൊടുത്ത കുട്ടീനെ കുറിച്ച്. ഇനി എത്ര കാലം ഈ രഹസ്യം മൂടി വെക്കാൻ പറ്റുന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ, അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടീനെ കണ്ടുപിടിക്കാൻ, ആ പെൺകുട്ടീനെ അങ്ങ് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറയും. അമ്മ ചിലപ്പോൾ ആ പെൺകുട്ടീനെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിന് കല്യാണം കഴിക്കാനും പറയാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ, ഇനി എന്തായാലും അങ്ങനെ പറയില്ല, ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയേ. പിന്നെ നയനയാണെങ്കിലും ആദർശിനോട് പറയാണ്, ഇന്നെല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരേണ്ടി വരില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ആര് പറഞ്ഞു വരേണ്ടി വരില്ല എന്ന്, ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് വേണു കാണുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ എന്തിനാ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്, ഇനിയിപ്പോൾ അവളുടെ കരളും പോയോ, അവളുടെ കരളും കിഡ്നിയൊക്കെ അടിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നൊക്കെ, എന്തായാലും ഇനിയിപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടവരെയൊക്കെ അറിയിക്കണമെന്ന് വേണു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ വേണുവിനെ കാണുന്നില്ല, ഇവരവിടെ നിന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നയനയ്ക്ക് അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ വീട്ടിലെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ നയനയോട് പറയാണ്. ഇനി എല്ലാം ശരിയായിട്ട് അമ്പലത്തിൽ പോവാം എന്നുള്ളതിലാണ് കേട്ടോ ആദർശ് അങ്ങനെ പറയുന്നത്. പിന്നീട് ദേവയാനിയുടെ അടുത്തേക്ക് അനാമിക വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഗുളിക എന്തോ കുടിക്കാനുള്ള വെള്ളം കൊണ്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വല്യമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആ കുട്ടീനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കരൾ തന്ന ആ കുട്ടീനെ കുറിച്ച് എന്ന് പറയുമ്പോൾ, ഏത് സമയം വല്യമ്മയ്ക്ക് ഇപ്പോൾ ആ ഒരു ചിന്ത തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ, ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ആ കുട്ടീനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ, നിങ്ങൾക്കും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ, ആ കുട്ടീനെ കാണണം, അതിനെ സഹായിക്കണം എന്നൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ മൂത്ത മരുമോൾ എപ്പോഴും വല്യമ്മയുടെ അവിടുത്തെ ഹോസ്പിറ്റലിലും ബന്ധുക്കളും എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഞാനും അച്ഛനും അമ്മയൊന്നും അങ്ങോട്ട് അധികം വന്നിട്ടില്ലല്ലോ എന്ന് പറയേ. പിന്നീട് ആദർശേട്ടനാണെങ്കിൽ ഇവിടുന്ന് ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവരെ കാണാനാണ് പോകുന്നത്. ഇങ്ങനെ വല്യമ്മയ്ക്ക് ഇങ്ങനെ മോനോട് എന്തുമാത്രം സ്നേഹം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ സമയത്ത് ആദർശേട്ടന് ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇരിക്കുകയല്ലേ വേണ്ടത്, പക്ഷേ അവരെ കാണാനാണ് ഇങ്ങനെ പോകുന്നത്. ഞാനിപ്പോൾ വേറൊരു കാര്യം പറയാനാണ് വന്നത്. അച്ഛനിങ്ങനെ നയനേനെ അതുപോലെ തന്നെ ആദർശേട്ടന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു എന്ന് പറയേ. അപ്പോൾ അവരെന്തിനാ ഹോസ്പിറ്റലിൽ പോയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമിക പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ എന്തായാലും കള്ളം പറയില്ല, ഇനിയിപ്പോൾ അവർക്ക് വലിയ വിശേഷം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ ദേവയാനിയോട്. അത് കേൾക്കുമ്പോൾ തന്നെ അതിനുള്ള സാധ്യത ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അല്ല പിന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, എന്തായാലും അവർക്ക് നല്ല അവശതയുണ്ടായിരുന്നു, ആദർശേട്ടൻ പിടിച്ചുകൊണ്ടാണ് പോയതെന്നൊക്കെ അച്ഛൻ പറഞ്ഞു എന്ന് പറയേ. അപ്പോൾ എന്തായാലും ദേവയാനിക്ക് അതും കൂടെ കേൾക്കുമ്പോൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് അനാമികയാണെങ്കിലും ഇങ്ങനെ ദേവയാനിയോട് പറയാണ്, അവർ തമ്മിൽ ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ദാമ്പത്യ ജീവിതം നയിക്കാത്തവർ വിശേഷം അറിയിക്കില്ലല്ലോ എന്നൊക്കെ പറയൂട്ടോ. ദേവയാനിക്കാണെങ്കിലും അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. പിന്നീട് എന്തായാലും ഇങ്ങനെ ആദർശേട്ടനാണെങ്കിലും എപ്പോഴും ഇങ്ങനെ അവരുടെ പിറകെയാണ് പോകുന്നത്. അവരിങ്ങനെ ആദർശേട്ടൻ മലയ്ക്ക് പോകുന്നതുകൊണ്ട് അവരുടെ വീട്ടിൽ നിൽക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ, ആദർശേട്ടൻ ഏത് സമയത്തും അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് പറയേ. അപ്പോൾ അതും അവർ ഇങ്ങനെ അവസരം മുതലാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങിയിട്ട് പിന്നെ വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ആദർശേട്ടൻ ഇങ്ങനെ അവരെന്ത് ചെയ്താലും അവർ വീട്ടിൽ പോയി നിന്നാലും ഒക്കെ വിളിച്ചു കൊണ്ടുവരും, പിറകെ ചെല്ലും എന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ ആദർശേട്ടനെയും കൂടെ ഇങ്ങനെ അവരുടെ സൈഡാക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ വല്യമ്മ ഇങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ആദർശേട്ടന് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനിയാണെങ്കിലും ആകെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യാണ്. അപ്പോൾ അത് കണ്ട് സന്തോഷിച്ചാണ് അനാമിക അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നത്. പിന്നീട് നയനയും ആദർശും കൂടെ ഡോക്ടറുടെ റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടുള്ള വരവ് വേണ്ട, ഇയാളുടെ ഹെൽത്ത് എല്ലാം ഓക്കെ ആണെന്ന് പറയേ. പിന്നെ നയന കരൾ കൊടുത്തിട്ട് ഇങ്ങനെ മൂർത്തി സാറ് വിളിച്ച കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മുത്തശ്ശൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നയനയോടുള്ള മൂർത്തി സാറിൻ്റെ ആ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, അതിനെ കാണിക്കാൻ വേണ്ടി നിങ്ങളോട് പറയാനായിട്ട് പറഞ്ഞു എന്നൊക്കെ പറയേ. മൂർത്തി സാറിന് ഇങ്ങനെ വലിയ അസുഖമൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ആഗ്രഹം കാണും. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ മൂർത്തി സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ നയനയുടെ മുറിവൊക്കെ നല്ലോണം കരിഞ്ഞിട്ട് മതി എന്നുള്ളത് എന്നൊക്കെ പറയേ. എന്നാലും ഇനി അധികം ഒരുപാടൊന്നും താമസിപ്പിക്കേണ്ട കേട്ടോ എന്നൊക്കെ അവരോടും പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ആദർശിൻ്റെ അമ്മ സത്യം അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ജീവിതം വല്ലാത്തൊരു ഇതാണല്ലോ, എന്തായാലും മരുമകൾ ഇങ്ങനെ അമ്മായിമ്മയ്ക്ക് കരൾ ദാനം ചെയ്തിട്ട് അമ്മായിമ്മ ആ സത്യം അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയേ. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എന്നായാലും ഒരു ദിവസം ഇങ്ങനെ അയാൾ ചെയ്ത തെറ്റൊക്കെ മനസ്സിലാക്കി നയനേനെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും, പിന്നെ ഇവരെ രണ്ടുപേരെയും പിരിക്കാൻ ആർക്കും പറ്റില്ല, അവരായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയേ. നയനയും ദേവയാനിയും ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയേ. പിന്നെ എന്തായാലും ആദർശ് പറയും, ഇനിയിപ്പോൾ ഞങ്ങൾ പോട്ടെ, ഇടയ്ക്ക് അമ്മേനെയും കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നയനിനോട് ചെറിയ ജോലികളൊക്കെ ചെയ്യാം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കേൾക്കുമ്പോൾ നയനിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്.
പിന്നെ അവർ ഡോക്ടറുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ട് ദേവയാനി വിളിക്കുന്നുണ്ട്. അപ്പോൾ നൈനയോട് അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞിട്ട് അമ്മയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആദർശ് കോൾ എടുക്കുന്നുണ്ടായിരുന്നേ. കോൾ എടുക്കുമ്പോൾ തന്നെ നീ എവിടെയെന്നാണ് കേട്ടോ ദേവയാനി ചോദിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് പറയുമ്പോൾ എന്താ അവിടെയെന്ന് ചോദിക്കുമ്പോൾ നൈനയ്ക്ക് ചെറിയൊരു തലവേദന, അപ്പോൾ അവളെയും കൊണ്ട് വന്നാണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അവൾക്ക് ഇങ്ങനെ തലവേദന മാത്രമേ ഉള്ളൂ, മറ്റെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പെട്ടെന്നൊന്നും മറുപടി പറയുന്നില്ല കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ അവളുടെ പിറകെ നടക്കുന്നതെന്നൊക്കെയാണ് കേട്ടോ ദേവയാനി ചോദിക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അവൾ എൻ്റെ ഭാര്യയാണ്, അവൾക്കൊരു ആവശ്യത വന്നാൽ ഞാൻ വേണ്ടേ അവളെ നോക്കാനെന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ ദേവയാനി ചോദിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും വേറെ അസുഖമുണ്ടോ, ആവശ്യതയുണ്ടോ, ഇനിയിപ്പോൾ അവൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെയാണ് കേട്ടോ ദേവയാനി ചോദിക്കുന്നത്. അപ്പം അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയുള്ള പെൺകുട്ടികൾക്കാണ് ഇങ്ങനെ തലവേദനയും തല ചുറ്റിലും ഒക്കെ ഇങ്ങനെ വരുന്നത്, അതുകൊണ്ട് ചോദിച്ചാണെന്നൊക്കെ ഇങ്ങനെ പറയും. അതൊക്കെ കേൾക്കുമ്പോഴും ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ മനസ്സിനെ അവിടെ ചൂട് പിടിപ്പിക്കാൻ ആളുകളുണ്ടല്ലോ എന്ന് പറയും. എൻ്റെ മനസ്സിനെ ആര് ചൂട് പിടിപ്പിച്ചാലും നീ ഇനിയിപ്പോൾ അവളെ കൊണ്ടാക്കിയിട്ട് അവളുടെ വീട്ടിൽ ഒരു ദിവസം നിൽക്കൊന്നും വേണ്ടാന്ന് പറയും. അങ്ങനെ നിൽക്കുന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുകയും ചെയ്യാണ്. പിന്നീട് എന്തായാലും കോൾ കട്ട് ചെയ്തിട്ട് നൈനിനോട് കാര്യം പറയാണ് കേട്ടോ. ഇങ്ങനെ അമ്മ ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ഉള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട്, അമ്മേനെ ആരോ അത് വിളിച്ചറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ ഈ സമയത്ത് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത്, നീ പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെയാണ് അമ്മ ചോദിക്കുന്നതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നൈനയ്ക്കും ആകെ സങ്കടമാവുന്നുണ്ടായിരുന്നു. പിന്നീട് ജയൻ വരുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ആദർശ് നൈനയുടെ പിറകെ പോവുകയാണ്. അവൻ ഇങ്ങനെ മലയ്ക്ക് മാലയിട്ടിരിക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവൾക്കൊരു ചെറിയ തലവേദന വന്നപ്പോഴേക്കും അവൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇങ്ങനെ വീട്ടിലെ ആണുങ്ങൾ തന്നെയല്ലേ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത വന്നാൽ ഇങ്ങനെ കൊണ്ടുപോകേണ്ടത്, നമ്മുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ, പിന്നെ എന്തിനാണ് നൈനമോൾക്ക് മാത്രം അതൊക്കെ നിഷേധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ദേവയാനി പറയും നൈന അവളുടെ വീട്ടിൽ പോയി നിൽക്കല്ലേ, പിന്നെ എന്തിനാ എപ്പോഴും അവൻ ഇങ്ങനെ അവളുടെ പിറകെ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവൻ അന്യ പെൺകുട്ടികളുടെ പിറകെ അല്ലല്ലോ പോകുന്നത്, അവൻ്റെ ഭാര്യയുടെ പിറകെയല്ലേ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ, പിന്നെ അവർക്ക് മാത്രം എന്തിനാ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നിഷേധിക്കുന്നത്. അപ്പോൾ നീ നിൻ്റെ സ്വഭാവം മാറ്റണം, നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അധികം ഒന്നും പറയാത്തത് എന്ന് പറയാണ്. ഇനിയിപ്പോൾ ആദർശ് മലയ്ക്ക് പോയിട്ട് വരുമ്പോഴെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം വേണം. നമ്മളൊക്കെ നല്ല ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് മക്കൾക്കത് നിഷേധിക്കുന്നത് ശരിയല്ല ദേവയാനി എന്നൊക്കെ പറയേ. അപ്പോഴും ഇങ്ങനെ ദേവയാനി അനാമികയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ഒരു കുട്ടിയുണ്ട് അനാമിക, അവളുടേത് അത്രയ്ക്കും നല്ല മനസ്സാണെന്നൊക്കെ പറയുമ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്നതിനോട് മാത്രം ഞാൻ യോജിക്കില്ല എന്ന് പറയേ. അപ്പോൾ അത്യാവശ്യം കള്ളത്തരവും ഒക്കെയുള്ള കൂട്ടത്തിലാണ് അനാമിക, അതുപോലെ തന്നെയാണ് അവളുടെ വീട്ടുകാരും എന്നൊക്കെ പറയും. പക്ഷെ നൈനേനെയും അനാമികേനെയും തമ്മിൽ കമ്പയർ ചെയ്യാനേ പറ്റില്ല എന്ന് പറയുമ്പോൾ ദേവയാനി ജയനോട് പറയാണ് അത് ശരിയാണ്, അനാമിക മോളെയും നൈനേനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ അത്രയ്ക്ക് നല്ല മനസ്സാണ് അനാമികയുടെ എന്ന് പറയട്ടെ. അപ്പോൾ ജയനാണെങ്കിലും അത് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ നീ മാറ്റി പറയുന്ന ഒരു ദിവസം വരും എന്നൊക്കെ പറയൂ കേട്ടോ, നീ ഇങ്ങനെ മരുമകളെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും, അപ്പോൾ ഇങ്ങനെ കുറ്റബോധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ മരുമകളെ സ്നേഹിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അതെന്തായാലും ഈ ജന്മം നടക്കില്ല എന്ന് പറയേ. അതൊക്കെ കേൾക്കുമ്പോൾ ജയനാണെങ്കിലും ആകെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ ആദർശം മലയ്ക്ക് പോയിട്ട് വരുമ്പോഴെങ്കിലും ഇങ്ങനെ അവരെ നന്നായിട്ട് ജീവിക്കാൻ നീ അനുവദിക്കണം, അത് ഇനിയെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ജയൻ അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് നവ്യ ഇങ്ങനെ വരുന്ന സമയത്ത് അഭിയാണെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. എവിടെ പോവാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നതിനേക്കാളും നല്ലത് പുറത്തേക്ക് പോകുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനോട് ആഹാരം കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാനുണ്ട്. അപ്പോൾ അഭി പെട്ടെന്ന് തന്നെ കഴിക്കണം എന്ന് പറയും. ഓ ഇപ്പം ഇന്ന് ഒരിക്കലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നീ ആഹാരം കഴിക്കണം എന്നാണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു നീ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞാണെന്ന് പറയേ. അപ്പോൾ ഇന്നെന്തായാലും അമ്മായിക്ക് വേണ്ടിയിട്ട് നല്ല കഠിന വ്രതം തന്നെ പിടിക്കണം, ഇന്ന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് കേട്ടോ നവ്യനോട്. അപ്പോൾ നവ്യ തിരിച്ചും പറയുന്നുണ്ട് നിനക്ക് ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് നിൻ്റെ കാര്യമായിരിക്കും നീ വിളിച്ചു പറഞ്ഞത്, നീ ആയിരിക്കും വ്രതം തെറ്റിക്കാൻ പോകുന്നതെന്നൊക്കെ പറയേ. അപ്പോൾ എനിക്ക് വ്രതം തെറ്റിച്ചേ പറ്റുള്ളൂ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അപ്പോൾ എനിക്ക് അതിന് പട്ടിണിക്ക് ഇടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അഭി ദേഷ്യത്തോടുകൂടി പറയാണ് കേട്ടോ. ഓ അല്ലെങ്കിൽ പിന്നെ നീ അങ്ങ് എടുത്തേനേന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ഞാനിപ്പോൾ പഴയ നവ്യൊന്നുമല്ല, എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്, അതുകൊണ്ട് എൻ്റെ വാക്കിന് വിലയുണ്ട്. പക്ഷെ നീയാണ് ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്നത്, ഇങ്ങനെ ഇവിടെ എല്ലാവരുടെ മുന്നിലും ഇങ്ങനെ വ്രതം എടുക്കുന്നതായിട്ട് അഭിനയിക്കും, എന്നിട്ട് പുറത്തു പോയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുമെന്ന് പറയേ. അപ്പോൾ നീ ഇതൊക്കെ പറയുന്നല്ലാതെ നീ അതൊന്ന് തെളിയിക്ക്, അങ്ങനെ നീ തെളിയിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ നല്ലൊരു സ്വർണ്ണ മോതിരം വാങ്ങിത്തരും എന്ന് പറയേ. അപ്പോൾ നവ്യ ഒന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നീ എന്തേ ചിന്തിക്കുന്നേ ചോദിക്കേ. ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ മലയ്ക്ക് പോകാൻ വ്രതം പിടിക്കുകയാണെങ്കിലും നോൺ വെജൊക്കെ നന്നായിട്ട് അകത്താക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയേ. അപ്പോൾ അഭിയാണെങ്കിലും പറയുന്നുണ്ട് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഞാനത് കഴിക്കുന്നുണ്ടെന്ന് അങ്ങ് തെളിയിക്കുമെന്ന് പറയും കേട്ടോ.
അപ്പോൾ വീണ്ടും വെല്ലുവിളിക്കുകയാണ് നവ്യേനെയാണെങ്കിലും. പിന്നെ എന്തായാലും അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇന്ന് ആദർശേട്ടനും അനിയൊക്കെ എടുക്കുന്നതിനേക്കാളും നല്ല കഠിന വ്രതമാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നിനക്ക് അതിനൊന്നും പറ്റില്ല എന്ന് തന്നെയാണ് നവ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് അഭി അവിടെ നിന്ന് അങ്ങ് പോവേ. അപ്പോൾ എന്തായാലും അഭിയുടെ പിറകെ പോകാൻ നവ്യ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അഭി അവിടുന്ന് നേരെ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നേ. അഭിയുടെ ഒരു കൂട്ടുകാരനും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ നേരത്തെ തന്നെ അഭി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അഭിയാണെങ്കിലും ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഒരു നേരം കൂടെ ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല, എനിക്ക് രാവിലത്തെ ഭക്ഷണം എന്തായാലും മസ്റ്റാണെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഉച്ചയ്ക്കൊന്ന് അതും മസ്റ്റാണ്, രാത്രി പിന്നെ വല്ല ഫ്രൂട്ട്സോ എന്തെങ്കിലും ജ്യൂസൊക്കെ കിട്ടിയാലും മതി, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അതും വലിയ പാടാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് എനിക്കൊരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോൾ വീട്ടിലാണെങ്കിൽ പുതിയ ചിട്ടകളൊക്കെ വന്നിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊന്നും കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിന്നെ വിളിച്ച് പറഞ്ഞതെന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഞാൻ നീ പറഞ്ഞതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. നോൺ വെജ് വല്ലതും വേണമെന്ന് ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും പറ്റില്ല, ഇനിയിപ്പോൾ അതൊക്കെ മലയ്ക്ക് പോയി വന്നിട്ടേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും നോൺ വെജ് കഴിക്കുന്നില്ല, വെജിറ്റേറിയൻ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. എന്തായാലും പിന്നീട് ഇങ്ങനെ അമ്മായിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, അവർക്കിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും അവർക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. പിന്നെ ഇങ്ങനെ അമ്മായിയുടെ പക്കനാളാണ്, അതുകൊണ്ടാണ് എല്ലാവരും വ്രതം പിടിക്കുന്നതെന്നൊക്കെ പറയും. ഈ സമയത്ത് നവ്യ അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ. ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട്. ഓട്ടോക്കാരനെ ഇങ്ങനെ പൈസയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് നവ്യ ആണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ട്, എന്തായാലും അവൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് അറിയാം. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണോ അതോ ഏതെങ്കിലും പെൺകുട്ടികളായിട്ട് കൊഞ്ചു കൊഴിയാണെന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ എന്ന് പറയേ. പിന്നീട് നവ്യാണെങ്കിലും സാരി കൊണ്ട് മുഖം മറിച്ച് അങ്ങ് അകത്തേക്ക് ചെല്ലുകയാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ചെന്നിട്ട് അവിടെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നേ. അഭി ഭക്ഷണം കഴിക്കുന്നതൊക്കെ നവ്യ കാണുന്നുണ്ട്. നവ്യ അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ വെയിറ്റർ വന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നവ്യനോട്. അപ്പോൾ നവ്യ ഒരു ഓറഞ്ച് ജ്യൂസ് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീട് അഭി ഭക്ഷണം കഴിക്കുന്നതെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നവ്യ. ഇങ്ങനെ അഭി ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ നവ്യയ്ക്കാണെങ്കിലും ആകെ ഒരു ഇതാണ് കേട്ടോ, എന്തൊരു കഴിപ്പാണ് അവൻ കഴിക്കുന്നത്, ഭക്ഷണം കാണാത്ത പോലെ എന്നൊക്കെ ഇങ്ങനെ നവ്യ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നവ്യ ആണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇന്ന് അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പൊട്ടിക്കണം എന്നും കൂടെ ഓർക്കുന്നുണ്ട്. അഭിയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് അഭിയുടെ കൂട്ടുകാരനാണെങ്കിലും ഇങ്ങനെ അമ്മായിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവരുടെ അവസ്ഥ കണ്ടപ്പോൾ തട്ടിപ്പോകുന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷേ ആയുസിൻ്റെ ബലം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുകയാണ്. അവരുടെ പക്കനാളാണെന്ന്, അതുകൊണ്ടാണ് എല്ലാവരും വ്രതം പിടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ ആ കൂട്ടുകാരനും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, വീട്ടുകാർ പറഞ്ഞത് കേൾക്കടാ, ഇങ്ങനെ പാർട്ടീഷൻ നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ എന്നൊക്കെ ഇങ്ങനെ അഭിനോട് പറയുമ്പോൾ അതിനിപ്പോൾ കിട്ടുമെന്ന് ഇങ്ങനെ കണ്ടറിയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ എൻ്റെ ഏട്ടനാണല്ലോ അവിടുത്തെ മുതലാളി, ഞാൻ തൊഴിലാളിയാണ് എന്നൊക്കെ ഇങ്ങനെ ആ കൂട്ടുകാരനോടും പറയുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ ആണെങ്കിൽ ഇതെല്ലാം ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ വീഡിയോ എടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.